ആമോദഗാനം മൂളാം, ആശംസഗാനം പാടാം, ആമോദഗാനം മൂളാം. തിരിയാത്ത ഓർമ്മകൾ പൊലിയാത്തവൻ മകൾ മൃദുമന്ത്രണം നീട്ടി ഹൃത്തിൽ. ഒന്നായി നേരാം ആശംസകൾ ഞങ്ങൾ പാടാം മംഗളങ്ങൾ. ഒന്നായി നേരാം ആശംസകൾ. എറണാകുളം ജില്ലയിലെ ആരക്കുഴയിൽ ജനിച്ച് നടവയലിന്റെ പൗരനായി തീർന്ന് 63 നടവയലിൽ വിദ്യാഭ്യാസം പൂർത്തിയാക്കി സെമിനാരിയിൽ വൈദിക വിദ്യാർത്ഥിയായിട്ട് ചേർന്ന് 71 പുരോഹിതനായി അഭിഷേകം ചെയ്യപ്പെട്ട് തലശ്ശേരിയിലും മാനന്തവാടിയിലുമായി വിവിധ ഇടവകൾ വികാരിയച്ചനായും രൂപതയിൽ ഭക്തസംഘടനകളുടെയും മതബോധനത്തിൻ്റെ ഡയറക്ടറായും രൂപത പ്രൊക്യൂറേറ്ററായും 1997 രൂപത വികാരി ജനറലായും അഡ്മിനിസ്ട്രേറ്ററായും 2008 ഭദ്രാവതി രൂപത വികാരി ജനറലായും 2010 മണ്ഡ്യ രൂപതയുടെ തെളിയുകയാണ്. മനുഷ്യ നമ്പരങ്ങളുടെ താഴ്വരകളിലെല്ലാം നസ്രായന്റെ വസ്ത്ര വിളമ്പുളയുന്നു. സൗഖ്യത്തിന്റെ സുവിശേഷ ധ്വനികൾ സ്വർഗത്തിന്റെ പ്രാർത്ഥനാ ശ്രുതി ചേരുന്നയിടങ്ങളിൽ നിന്നാണ് പൗരോഹിത്യം അതിന്റെ ദർശനം കണ്ടെത്തുന്നത്. കാലപ്രവാഹത്തിൽ സുവിശേഷത്തിന്റെ സനാതന തത്വങ്ങൾ കൊലച്ചിലുണ്ടാകാതിരിക്കാൻ തയ്യാറാകുന്ന മനസ്സുകളിലൂടെയാണ് സാക്ഷ്യം ഉജ്ജ്വലമാകുന്നത്. നസ്രായന്റെ അനുഗാമിയായി ആ ഇടയഭാവത്തിന്റെ പ്രതിരൂപമായി വിനയ ലാളിത്യത്തിന്റെ മേലുടുപ്പണിഞ്ഞ് പതറാതെ 50 ആണ്ടുകൾ പിന്നിട്ട സ്നേഹ ഇടയന്റെ പൗരോഹിത്യ സുവർണ ജൂബിലി വിളക്ക് തെളിയുമ്പോൾ അഭിമാനിക്കാം. ഒരുപക്ഷെ ധാരാളം സമ്മേളനങ്ങളുണ്ടെങ്കിലും ഹൃദ്യമാകുന്ന സമ്മേളനങ്ങൾ വളരെ കുറവായിരിക്കും. അതിൻ്റെ ഒരു പ്രധാന കാരണം ഈ സമ്മേളനത്തിന് മറ്റ് ലക്ഷ്യങ്ങളൊന്നുമില്ല, പ്രത്യേക അജണ്ടകളുമില്ല. എന്നാൽ നാട്ടുകാരെല്ലാവരും ഒരുമിച്ച് ചേർന്ന് ഇവിടെ സമ്മേളിച്ചിരിക്കുന്നു. നമ്മുടെ നടവയലിൻ്റെ ചരിത്രം ആർച്ച് ബിഷപ്പ് ഫാദർ ജോസ് നെച്ചേരിൽ അദ്ദേഹത്തിൻ്റെ സ്വാഗത പ്രസംഗത്തിൽ ഞാൻ ശ്രദ്ധിച്ചു. പിതാവിനെ ആദരിക്കാൻ വേണ്ടി ചേരുമ്പോൾ അതിൻ്റെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി നടവയിൽ മാറുകയാണ്. അതൊരു പ്രധാന സംഭവമാണ്. ചർച്ചകൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വളരെ പ്രസക്തമായിട്ടുള്ള ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. അതോടൊപ്പം ഞാൻ ശ്രദ്ധിച്ചു പല പ്രത്യേകതകൾ. നിയമസഭാ മണ്ഡലങ്ങൾ 3 ഒരേപോലെ അടുത്തു വന്നിരിക്കുന്നു. ഇതെല്ലാം നൽകുന്ന ഒരു സൗഭാഗ്യം ഈ പ്രദേശത്തിന് നൽകുന്ന നേട്ടങ്ങളായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. പിതാവിന് ധാരാളം സമ്മേളനങ്ങളിൽ വരാനും സ്വീകരണം വാങ്ങാനും ഒരുപക്ഷെ കഴിഞ്ഞിട്ടുണ്ടാവും. തലശ്ശേരിയിൽ വെച്ച് നടന്ന മഹത്തായ വലിയ സമ്മേളനത്തിൽ
പങ്കെടുക്കാനുള്ള ഭാഗ്യം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ ദൈവം അതിനൊരു നിയോഗം എനിക്ക് നൽകിയില്ല. ഇടുക്കി ഡാം നിറയുന്നു, വലിയ ബുദ്ധിമുട്ട് നേരിടുന്ന പ്രശ്നം. മുഖ്യമന്ത്രി ഇങ്ങോട്ടേക്ക് യാത്ര തിരിച്ചപ്പോഴും എനിക്ക് ഇടുക്കിയിലേക്ക് യാത്ര തിരിക്കേണ്ടി വന്നു. എന്നാലൊരു നിമിത്തവണ്ണവും നാടവയലിൻ്റെ സ്വന്തം പുത്രന് നാടവയലിൽ വെച്ച് നടക്കുന്ന വലിയ സ്വീകരണത്തിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിഞ്ഞത് തലശ്ശേരിയിലെ സമ്മേളനത്തിൽ വന്ന് പങ്കെടുക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ സന്തോഷവും ആഹ്ലാദവും എൻ്റെ മനസ്സിലുണ്ട്. ഞാൻ അതിനുശേഷം പിതാവിനെ അരമനയിൽ ചെന്ന് കണ്ടിരുന്നു. ഞാൻ എൻ്റെ സന്തോഷം പങ്കുവച്ചു. എങ്കിലും ഇവിടെ വരുവാനായി ആർച്ച് ബിഷപ്പിന്റെ ക്ഷണം ഉണ്ടായപ്പോൾ എനിക്ക് വലിയ സന്തോഷവും അഭിമാനവും തോന്നി. ബഹുമാനപ്പെട്ട മന്ത്രി, പ്രിയപ്പെട്ട മന്ത്രി, യുവമന്ത്രി, കേരളത്തിന് ജലം എന്നും ഒരു വിഭവമായിരുന്നു, അതൊരു ആഘോഷമായിരുന്നു. പക്ഷെ അടുത്ത കാലത്തായിട്ട് ജലം കേരളത്തിന് ഒരു പ്രതിസന്ധിയായി, പേടി സ്വപ്നമായി. അതിനെയാണ് നമ്മുടെ യുവമന്ത്രി കൈകാര്യം ചെയ്യാൻ ഏറ്റെടുത്തിരിക്കുന്നത്. എന്തൊരു ദൈവ നിയോഗം! അത് ഭംഗിയായി കൈകാര്യം ചെയ്യുന്നു. ഞങ്ങള് ഇങ്ങനെ ഒരാളെ കിട്ടണമെന്ന് ആഗ്രഹിച്ചു. ആദ്യം തന്നെ വിചാരിച്ചത് ബഹുമാനപ്പെട്ട ശ്രീ റോഷി അഗസ്റ്റിൻ മന്ത്രിയാണ്. അദ്ദേഹത്തെ ബന്ധപ്പെടാൻ നോക്കിയിട്ട് ഒരു വിധത്തിലും നമ്പർ എടുക്കുന്നില്ല. അപ്പൊ പറയും മുല്ലപ്പെരിയാറിന്റെ പരിസരത്താണ്, അവിടുത്തെ കാര്യങ്ങൾക്ക് നേതൃത്വം കൊടുക്കുകയാണ്, അവിടെ നീങ്ങാൻ പറ്റുകയില്ലെന്ന്. അപ്പോ മന്ത്രിയുടെ പാർട്ടിയുടെ ജില്ലാ നേതാവായ ശ്രീ കെ ജെ ദേവസ്യ അവരുകളെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, അച്ഛാ ഞാൻ നോക്കട്ടെ, 2 ദിവസത്തിനകം തീരുമാനമാക്കി തരാമെന്ന്. അദ്ദേഹം 2 ദിവസം തീരുമാനമാക്കി നമുക്ക് ഉറപ്പ് തന്നു വന്നിരിക്കും. ഉറപ്പ് തന്ന മന്ത്രി ഉറപ്പായും വന്നു. അതിമനോഹരമായ രീതിയിൽ നമ്മുടെ സമ്മേളനത്തെ നല്ല വാക്കുകൊണ്ട് ഉദ്ഘാടനം ചെയ്തു. അദ്ദേഹത്തിന്റെ പ്രസന്ന വതനായ വാക്കുകളും സാന്നിധ്യവും നല്ല പെരുമാറ്റവും നമ്മളേവരെയും ഉത്തേജിപ്പിച്ചു. ഇതിനെല്ലാം പ്രതീകമായിട്ട് വയനാടിന്റെ മനോഹാരിത ഉൾക്കൊള്ളുന്ന വന്യജീവി സങ്കേതത്തിലെ വളരെ വിരളമായ ഒരു ഫ്രെയിം അദ്ദേഹത്തിന് ഈ സമയം നമ്മൾ നൽകുകയാണ്. എഴുന്നേറ്റ് നിൽക്കാം. ബഹുമാനപ്പെട്ട മന്ത്രിക്ക് നടവയലിന്റെ സ്നേഹോപഹാരം പ്രിയപ്പെട്ട ആർച്ച് പ്രീസ്റ്റ് അഭിമന്യ പിതാക്കന്മാരോട് ചേർന്ന് കൈമാറുകയാണ്. ഒരിക്കൽ കൂടി നന്ദി. ആദരം സ്നേഹഭാവത്തിന്റെ ഉന്നത പ്രഘോഷണം തന്നെയാണ്. പിതാവിനെ ആദരിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. അഭിമന്യ പിതാവിന് നാം നൽകുന്ന ആദരവ് KCYM യൂണിറ്റ് പ്രസിഡന്റ് ബിപിൻ ചിറമേ, മാതൃവേദിയുടെ പ്രസിഡന്റ് ശ്രീമതി റാണി കല്ലിങ്കൽ, മദ്യവിരുദ്ധ സമിതി ആഗസ്തി പതിക്കൽ, AKCC ശ്രീ വിൻസെന്റ് ചേരവേലിൽ, പ്രാർത്ഥനാ ഗ്രൂപ്പ് ശ്രീ ജോർജ് പറമ്പിൽ, വിൻസെന്റ് പോൾ, ശ്രീ സണ്ണി ആലഞ്ചേരി. 3 വിദ്യാലയങ്ങളാണ് നടവയൽ ഇടവകയിലുള്ളത്. ഹയർ സെക്കൻഡറി സ്കൂൾ, ഹൈസ്കൂൾ, LP സ്കൂൾ. ഹയർ സെക്കൻഡറി സ്കൂളിലെ തോമസ് മാത്യു സാറും ഹൈസ്കൂളിലെ സിസ്റ്റർ മിനി എബ്രാഹിം സിസ്റ്ററും ഇവിടെയുണ്ട്. LP സ്കൂളുകളെ പ്രതിനിധീകരിച്ചുകൊണ്ട് LP സ്കൂൾ ഹെഡ് മാസ്റ്ററും ഈ ഇടവകക്കാരനുമായ ബഹുമാനപ്പെട്ട KJ ജോസഫ് സാറ് ഷാളണിയിക്കുകയാണ്. ദീപിക ഫ്രണ്ട്സ് ക്ലബിനെ പ്രതിനിധീകരിച്ചുകൊണ്ട് ബഹുമാനപ്പെട്ട ജെയിംസ് കള്ളത്തൊട്ടി, സജി പോവാറ്റിൻചെറി, രൂപത ട്രഷററാണ് സജി പോവാറ്റിൻചെറി. ആദരിച്ചവർക്കും ആദരേറ്റുവാങ്ങിയ അഭിമന്യ പിതാവിനും നന്ദി. സ്നേഹാദരവിന്റെ ആഹ്ലാദ വേദി മറ്റൊരു ചരിത്ര മുഹൂർത്തത്തിന് വിഷ്ണു CM, സബ് ഡിവിഷൻ പോസ്റ്റ് ഇൻസ്പെക്ടർ തുടങ്ങിയവരുടെ സാന്നിധ്യത്തിൽ ചരിത്ര പ്രധാനമായ മുഹൂർത്തത്തിന് നടവയൽ മേജർ ആർക്കിയെപ്പിസ്കോപ്പൽ തീർത്ഥാടനാലയത്തിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ സാക്ഷ്യം വഹിക്കുകയാണ്.
നടവയൽ മേജർ ആർച്ച് എപ്പിസ്കോപ്പൽ തീർത്ഥാടനത്തിന്റെ മുദ്ര പതിപ്പിച്ച പോസ്റ്റ് കവർ മനോഹരമായ വേദിയിൽ നമുക്ക് വീക്ഷിക്കാം. ഒരിക്കൽ കൂടി നന്ദിയും അഭിനന്ദനവും അറിയിക്കുന്നു. സംസാരിക്കുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട upheaval. We have an entire generation of kids who have not even seen their schools. But life is slowly returning to normal. We are still waging a war, new forms of it, but we are returning to normal. All is not lost, and there is hope of better things to come. And that is because of the blessings of places of worship like our church here and the eminent people here. In these troubled times, the place of worship, our church, has given guidance, teaching, hope, and faith to believers, not only the believers, but to the entire community. You have been a beacon of hope to everyone. I am honored and humbled to represent the Department of Post while we release this special cover. A few lines about the special cover. The special cover has an image of our Holy Cross Church, and the image of our Lord Almighty has been embellished, and it has been the focus has been drawn to it by giving it UV finishing. That is what makes it very special, and we have also found a very beautiful stamp to be affixed on the cover, and that will add the value of the special cover. This special cover is our very own way of thanking you all for the contribution to the community. Grace Archbishop George Nyalakar on his sacerdotal golden jubilee. In 1971, His Grace was ordained a priest for the Diocese of Tellicherry. Over these 5 decades, he left an indelible imprint on the institutions. He steered and dedicated himself to public service. As we continue to navigate the challenges of the pandemic, I wish His Grace safety and good health. I hope that he continues to lead with empathy and compassion. 30th December 2021, Rahul Gandhi. Thank you. കേന്ദ്രമായി ദേവാലയമായി അഭിവദ്യ പിതാവ് ജോർജ് ജർലക്കാട്ട് ഈ വേദി പങ്കിടുമ്പോൾ അതിയായ സന്തോഷം തോന്നുകയാണ്. മാനന്തവാടി രൂപതാധ്യക്ഷനും ആർച്ച് ബിഷപ്പും ഒക്കെ ഇരിക്കുന്ന ഒരു വേദി. ഞാൻ ആദ്യമായി ഈ നിയോജക മണ്ഡലത്തിൽ മത്സരിക്കുന്നതിന് വേണ്ടി 2011 ഇവിടെ വന്നപ്പോൾ ഈ ഇടവകയിലെ എൻ്റെ സംഘാടകരും സഹപ്രവർത്തകരും അന്നത്തെ ഈ ദേവാലയത്തിലെ അച്ഛനടക്കം എന്നോട് പറയുകയുണ്ടായി, ഈ മണ്ണിൽ നിന്നും ഞങ്ങൾക്കൊരു പിതാവുണ്ട്, പക്ഷെ നേരിട്ട് കാണാൻ കഴിഞ്ഞില്ല. ഒരു ദിവസം നരലക്കാട്ട് തറവാട്ടിൽ അഭിവദ്യ പിതാവിൻ്റെ സഹോദരൻ മരണപ്പെട്ടപ്പോൾ ഞാൻ ആ സംസ്കാര ചടങ്ങിന് എത്താൻ വൈകിയെങ്കിലും അതിനുശേഷം അവിടെ ചെന്നപ്പോഴാണ് ഞാൻ പിതാവിനെ ആദ്യമായി കാണുന്നത്. പിതാവ് പഴയ ചരിത്രങ്ങളൊക്കെ ഒരു 15 മിനിറ്റ് കൊണ്ട് എന്നോട് പറയുകയുണ്ടായി. അന്ന് നടവയലിൻ്റെ അന്നത്തെ രീതികളും ഇന്നത്തെ വളർച്ചയും അറിയാം. അപ്പോൾ ഇവിടെ സ്വാഗത പ്രസംഗത്തിൽ മേച്ചേരി അച്ഛൻ പറഞ്ഞത് വളരെ കറക്റ്റാ. ഒരു വൈദികൻ എന്ന് പറയുന്നത് ആദർശമുള്ള ശുശ്രൂഷയിലെ ടൂറിസത്തിന്റെ ഭാഗമായി നമുക്കിവിടെ കൊണ്ടുവരാൻ കഴിയണം. ജാതിയുടെയോ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ പേരിൽ കലാപമുണ്ടാക്കാതെ നമുക്ക് ഈ നടവയിൽ 3 നിയോജക മണ്ഡലത്തിന്റെ സംഗമ ഭൂമിയായ ഈ തീർത്ഥാടന കേന്ദ്രം അതിവേഗം
നന്ദി. ലളിത സുന്ദരമായ ജനസേവന ശൈലി സ്വന്തമായുള്ള പ്രവർത്തന രീതി കൊണ്ടും ദൈവിക ആത്മീയ പട്ടം സ്വീകരിച്ച് 50 വർഷം അദ്ദേഹം പിന്നിടുകയാണ്. ആദരസൂചകമായി നമ്മളെല്ലാവരും അദ്ദേഹത്തെ ഈ ചടങ്ങിൽ വെച്ച് സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു കാര്യമായി ഞാൻ കാണുന്നു. ഞാൻ സൂചിപ്പിച്ചത് നേരത്തെ നമ്മുടെ അധ്യക്ഷ പിതാവ് പറഞ്ഞ പോലെ ഈ കാലഘട്ടത്തിൽ മതവും ജാതിയും വിശ്വാസവും വലിയ സങ്കീർണത ഉണ്ടാക്കുന്ന ഒരു കാലഘട്ടമാണ് ഇന്ന് നമ്മുടെ മുമ്പിലുള്ളത്. ആ കാലഘട്ടത്തിൽ സമാധാനത്തിൻ്റെ ദൂതനായാണ് അദ്ദേഹം പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് പിതാവിൻ്റെ ഏറ്റവും പ്രത്യേകതയായിട്ട് നാം കാണുന്നത്. കുറഞ്ഞ കാലം കൊണ്ട് തന്നെ കൽപ്പറ്റയിലെയും വയനാട്ടിലെ ജനമനസ്സുകളിൽ അതിൽ ഒരു മേമ്പൊടി ചാർത്താൻ, അതിൽ സാന്നിധ്യമാകാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ മനോഹരമായിട്ടുള്ള ദിവസത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന സവിശേഷത. നമ്മുടെ ജില്ലയ്ക്കും നമ്മുടെ സംസ്ഥാനത്തിനപ്പുറത്തുമുള്ളതായിരിക്കുന്ന വിവിധ മേഖലകളിൽ ആത്മീയ ഇടപെടലും സാമൂഹ്യ ഇടപെടലും കൊണ്ട് നമ്മുടെ സമൂഹത്തെ ഏറ്റവും മനോഹരമായി നയിച്ചുകൊണ്ടിരിക്കുന്ന ഈ പരിപാടിയുടെ പ്രിയപ്പെട്ട അധ്യക്ഷത പദവി അലങ്കരിച്ച് മുന്നോട്ട് പോകുന്ന ബിഷപ്പ് മാർ ജോസഫ് പെരുന്നേടം അവർകൾ, ഏറ്റവും പ്രിയപ്പെട്ട മഹായിടയന്റെ പൗരോഹിത്യ ജൂബിലി വാർഷിക സമ്മേളനം ഒരു നാടും നഗരവും കുടുംബങ്ങളും ഒന്നടങ്കമിറങ്ങി ഈ മനോഹരമായിട്ടുള്ള സമയത്തെ ധന്യമാക്കുന്നതിൽ കാരണമായിട്ടുള്ള, നാളുകളിലും ഈ സമൂഹത്തെയും സഭാവിശ്വാസികളെ മാത്രമല്ല സാമൂഹ്യ കർമ്മമണ്ഡലത്തെയും ഉൾപ്പെടെ പ്രശോഭിതമായിട്ടുള്ള മേഖലകളിലൂടെ ആനയിക്കാൻ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന അഭിവന്ദ്യ ഞരളക്കാട്ട് പിതാവിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള ഈ സദസ്സ് എത്രത്തോളം ധന്യമാണ് എന്ന് പറഞ്ഞറിയിക്കുന്നതിനും അപ്പുറമാണ്. ഞാൻ നല്ല ഇടയനാണ്. നല്ല ഇടയൻ ജീവിതം മുഴുവൻ ആടുകൾക്ക് വേണ്ടി സമർപ്പിക്കുന്നവനാണ്. യോഹന്നാൻ 10:11. ജീവിതം മുഴുവൻ ഇവിടെ നമ്മൾ വരച്ചു കാട്ടിയതും വായിച്ചറിഞ്ഞതും കേട്ടറിഞ്ഞതും മേച്ചേരിലച്ചൻ ക്ഷണിച്ചതിന് ശേഷം ഞാൻ പല സന്ദർഭങ്ങളിൽ ഞരളക്കാട് പിതാവിൻ്റെ അനുഗ്രഹീതമായിട്ടുള്ള ഇടപെടലുകളുടെ ഓരോ മേഖലകളെക്കുറിച്ച് അറിയാനുള്ളതായിരിക്കുന്ന പരിശ്രമത്തിലായിരുന്നു. നമ്മുടെ മാനന്തവാടിയിൽ VG-ആയും അഡ്മിനിസ്ട്രേറ്ററായും നമ്മുടെ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാലുഷ്യമേറിയതായിരിക്കുന്ന സമയത്ത് ഇവിടെയൊക്കെ നേതൃത്വം കൊടുക്കാൻ സാധിച്ചു എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയേണ്ട ഒന്നാണ്. അല്ല എൻ്റെ സന്തോഷത്തിൻ്റെ കാരണം, ഞാൻ ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായി തെരഞ്ഞെടുത്തിട്ട് ഈ സമയമാവുമ്പോൾ 1 വർഷം പൂർത്തിയാവും. ആ 1 വർഷം പൂർത്തിയാകുമ്പോൾ ഞാൻ നിൽക്കുന്നത് നടവയലിലെ വിശുദ്ധമായ പള്ളിയിൽ ഒരു വിശുദ്ധമായ ചടങ്ങിലാണ് എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അഭിമാനകരമായൊരു കാര്യം. ഈ പള്ളിയിൽ ഇങ്ങനെ നിൽക്കുന്നതിന് മുമ്പ് ഏറ്റവും കൂടുതൽ നിന്നത് ഡിസംബർ 31 പള്ളിപ്പെരുന്നാൾ. ഞാൻ ഏറ്റവും കൂടുതൽ ന്യൂ ഇയർ എൻ്റെത് പുതുവത്സരം പറഞ്ഞത് ഇവിടെ നിന്നാണ്. കാരണം ഞാൻ വരദൂരാണ്, നടന്നു വരാവുന്ന ദൂരമേ ഉള്ളൂ. അപ്പോൾ ഏറ്റവും കൂടുതൽ എൻ്റെ ന്യൂ ഇയർ സെലിബ്രേഷൻ നടന്ന ഒരു സ്ഥലത്താണ് ഞാനിന്ന് നിൽക്കുന്നത് എന്നുള്ളത് തന്നെയാണ് ഒരു അഭിമാനം. അതിനോടൊപ്പം റോഷി അഗസ്റ്റിൻ മന്ത്രി പറഞ്ഞപ്പോഴാണ് തലശ്ശേരിയിൽ നടന്ന അതിവിപുലവും വലിയ ഒരു ചടങ്ങ്, അതിനെക്കുറിച്ചൊക്കെ നമ്മൾ അറിയുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നത് പിതാവിന് ഏറ്റവും
വലിയ ചടങ്ങുകൾ ഒത്തിരി കിട്ടും, ഉറപ്പാണ്. പക്ഷേ സ്വന്തം ആളുകളുടെ ഇടയിൽ സ്വന്തം നാട്ടിൽ കിട്ടുന്ന ഒരു ചെറിയ സ്വീകരണം അത് വളരെ സത്യസന്ധവും വളരെ ആത്മാർത്ഥത നിറഞ്ഞതുമാണ്. നമുക്ക് ആർക്കും പിതാവിനെ ഒന്നും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് എന്ന് അങ്ങേ വന്ന് കണ്ട് ബോധിപ്പിക്കേണ്ട കാര്യമില്ല, കാരണം എല്ലാവരെയും അങ്ങേക്ക് അറിയാം. അപ്പോൾ വളരെ സത്യസന്ധമായി എടുത്ത ഒരു വലിയ ഇനീഷ്യേറ്റീവാണ് ഇന്നത്തെ നമ്മളുടെ കൂട്ടായ്മ എന്ന് പറയും. അതിന്റെ സംഘാടകരെ മുഴുവൻ അഭിനന്ദിക്കാൻ തന്നെ ഈ വേദി ഉപയോഗിക്കുകയാണ്. വളരെ നല്ല രീതിയിൽ നടത്തിയത്. The parents or guardians can deposit money, but they can only withdraw when the kids are turning 18 years old, or for education or for marriage. പ്രിയപ്പെട്ടവരെ, ഈ ചടങ്ങ് ഏതാനും നിമിഷങ്ങളിൽ കഴിയും. എല്ലാവർക്കും സ്നേഹവിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. 3500 കവർ പ്രിന്റ് ചെയ്തിട്ടുണ്ട്. 500 പോസ്റ്റൽ ഡിപ്പാർട്ട്മെന്റ് അവരുടെ ഫിലാറ്റലിക് ഡിവിഷനുകളിലേക്ക് കൊണ്ടുപോകും. അവിടെ ആയിരിക്കും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നെയുള്ള 3000 നമ്മളെ ഏൽപ്പിക്കും. അതിന്റെ വില ഇപ്പൊ പറയുന്നില്ല. അതിന്റെ വില അതിന്റെ അമൂല്യത തന്നെയാണ്. പിന്നെ വില നിശ്ചയിക്കും. വളരെ ചെറിയ വാക്കുകളിലുള്ള നമ്മുടെ പിതാവ്, വെള്ളക്കാട്ട് പിതാവ് വീട്ടിലാണല്ലോ. അപ്പോൾ വീട്ടിലെ രംഗത്തെ പോലെ ആയിരിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ തരത്തിലുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം പറയട്ടെ. വെള്ളക്കാട്ട് പിതാവിനെ ഞങ്ങൾക്ക് ഇഷ്ടമാണ്. ഞങ്ങൾ വെള്ളക്കാട്ട് പിതാവിനെ കണ്ടമാനം സ്നേഹിക്കുന്നുണ്ട്. ബഹുമാനമാണ്, ഞങ്ങളുടെ അഭിമാനമാണ്. ഞങ്ങളൊക്കെ കുറച്ച് അഹങ്കരിക്കുകയും കൂടി ചെയ്യുന്നുണ്ട്. അത് പാപമാകാത്ത രീതിയിൽ ഞങ്ങൾ അഹങ്കരിക്കുന്നുണ്ട്. ഈ സായാഹ്നത്തിൽ ഏറെ മനോഹരമാണ്. പൗരോഹിത്യ ജീവിതത്തിന്റെ മഹനീയതയ്ക്ക് ഊർജം പകരുന്ന ഉണ്ണിമിശിഹായുടെ ഈ ദേവാലയത്തിൽ നടവയലിന്റെ സ്വന്തം പുത്രന് ജൂബിലിയുടെ അനുമോദനങ്ങൾ നേരാനായി നടവയൽ ദൈവജനം ഒത്തുകൂടിയിരിക്കുകയാണ്. നമ്മോടൊപ്പം ഈ ദിനത്തെ അനുഗ്രഹീതമാക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളും. പൗരോഹിത്യം ദൈവത്തിന്റെ പദ്ധതിയാണ്. അത് ദൈവത്തിന്റെ ദാനമാണ്. തിരുസഭയുടെ അടിത്തറയാണ്. ദൈവജനത്തിനു മുൻപിൽ പീഠത്തിന്മേൽ സ്ഥാപിക്കപ്പെട്ട വിളക്കായി കഴിഞ്ഞ 50 വർഷം പൗരോഹിത്യ ജീവിതത്തിൽ ആത്മാർത്ഥതയോട് പ്രശോഭിക്കുവാൻ സാധിച്ച നടവയലിന്റെ സ്വന്തം ഞങ്ങളുടെ എല്ലാം പ്രിയപ്പെട്ട അഭിമന്യ മാർ ജോർജ് ഞരളക്കാട്ട് പിതാവിന് പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഒത്തിരി സ്നേഹത്തോടെ ആശംസിക്കുന്നു. മനോഹരമായ ഒരു ഗാനം അദ്ദേഹം തന്നെ എഴുതി സംവിധാനം ചെയ്ത് ഗായകനെ കൊണ്ട് പാടിച്ച് പെൻഡ്രൈവിലാക്കി ഉണ്ണിമിശിഹായുടെ പാദാത്യങ്ങൾ സമർപ്പിക്കുന്ന കർമ്മമാണ്. അദ്ദേഹത്തിന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുക, കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം. ഈ സംഗീതത്തിന്റെ അകമ്പടിയോട് കൂടി തന്നെ അഭിമന്യ പിതാവിന്റെ പൗരോഹിത്യ സുവർണ ജൂബിലിയുടെ കേക്ക് മുറിക്കുകയാണ്. കേക്ക് മുറിക്കുന്നതിന് വേണ്ടി പിതാവിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. എഴുന്നേറ്റ് നിൽക്കാം. 50 ആണ്ടുകളുടെ സുവർണ ദിവസങ്ങൾ. ഞാൻ ഇതേപ്പറ്റി അറിയുന്നൊരു 3-4 ദിവസം മുമ്പ് ഞാൻ ഒരു സ്ഥലത്ത് ചെന്നപ്പോൾ സപ്ലിമെന്റ് തന്നെ എടുത്ത് കാണിച്ചു. വലിയ പ്രോഗ്രാമാണല്ലോ എന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോഴാണ് എനിക്ക് ഇങ്ങനെയാണല്ലോ എന്നോർത്ത്. ഒരു ഇച്ചിരി ഒരു വിഷമം, ഒരു നാണം എന്ന് പറയില്ല, എന്തെങ്കിലും
ലജ്ജ ഇങ്ങനെ ആഘോഷിക്കണമല്ലോ എന്നൊക്കെ ഓർത്തിട്ട്. പക്ഷേ അത് ഒരു പരിധിവരെ നന്നായി. കാരണം ഒന്ന് ഒരുമിച്ച് കൂടാനും നമ്മളെ എല്ലാവരും കേൾക്കാനും നമ്മുടെ നാടിൻ്റെ കാര്യങ്ങൾ പറയാനൊക്കെ ഒരു അവസരമായി. അതുകൊണ്ട് ഞാൻ നന്ദിയിലേക്ക് കടക്കുന്നതിന് മുമ്പ് വരെ നമ്മുടെ ജനപ്രതിനിധികളുണ്ട്. ജോസ്വിത പറഞ്ഞിടത്ത് തന്നെ തുടങ്ങി ഞാൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ വയനാട് പൊതുവെ മതമൈത്രിയുടെ നാടാണ്. മറ്റ് പല ഡിസ്ട്രിക്റ്റുകളൊക്കെ ചെറുതും വലുതുമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ വയനാട്ടിൽ അതില്ല, വർഷങ്ങളായിട്ടില്ല. നമ്മൾ വിവിധ മതക്കാരായ ആളുകളൊക്കെ സ്നേഹത്തിലും സൗഹൃദത്തിലുമാണ് ജീവിക്കുന്നത്. അതിന് തീർച്ചയായിട്ടും വലിയൊരു സംഭാവന ജോസ് പിതാവ് ചെയ്യുന്നുണ്ട്. ജോസ് പിതാവിൻ്റെ പ്രസംഗങ്ങളിലൂടെയും എഴുത്തുകളിലൂടെയും ആയിട്ട് എപ്പോഴും ഈ കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. എനിക്കതൊന്നും നമ്മുടെ ജില്ലയുടെ നമ്മുടെ MLA-മാർ 3 പേരും കാര്യം ശ്രദ്ധാലുക്കളും നേരത്തെ ഉണ്ടായിരുന്നവരും ഇപ്പോൾ ഉള്ളവരൊക്കെ, അതോടൊപ്പം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, ഞാൻ അവർക്കും ജോസ് പിതാവിനടക്കം എല്ലാവരും ആ കാര്യത്തിൽ അഭിനന്ദിക്കാൻ കൂടി ആഗ്രഹിക്കുകയാണ് ഈ അവസരത്തിൽ. പ്രിയമുള്ളവരെന്നാലും നമുക്ക് ഇനിയും നമ്മുടെ വയനാട് എന്ന് പറയുമ്പോൾ ഒത്തിരി പുരോഗമിക്കാനുണ്ട്. താഴെ നിന്ന് വരുന്ന കണ്ണൂർ, കാസർഗോഡാണ് തലശ്ശേരി ഉത്തര ഭാഗങ്ങൾ. പക്ഷെ തലശ്ശേരി ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്കും ഒത്തിരി വികസനം ഇനി എത്താറുണ്ടെന്നുള്ള കാര്യം. 2 കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. ഇവരോടൊപ്പം പറഞ്ഞാലേ അത് കാര്യമുള്ളൂ. ഒരു കാര്യം എനിക്ക് തോന്നുന്നു, നമ്മുടെ റോഡുകളൊക്കെ ഇനി വികസിക്കാനുണ്ട്. ഞങ്ങൾ കണ്ണൂരുകാരാണ് ഒത്തിരി പേര് ഈ ഭരിക്കുന്നത്, നമ്മുടെ കേരള മന്ത്രിസഭയിലുള്ളത്. പിണറായി വിജയൻ അടക്കം പലരും. കണ്ണൂർ ഭാഗത്തെ റോഡുകളൊക്കെ നല്ല റോഡുകളാണ്. പക്ഷെ പാൽച്ചരം കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നടവയിൽ വരെ എത്തണമെങ്കിൽ ഭയങ്കര ദുരിതമാണ്. ഇവിടെയുള്ള MLA-മാരെ നിങ്ങളൊന്ന് ഒരുമിച്ച് ചേർന്ന് ഈ റോഡുകളൊന്ന് ശരിയാക്കണമെന്നാണ് എനിക്ക് നാട്ടുകാർക്ക് വേണ്ടി ഒരു നാട്ടുകാരൻ എന്ന് പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം ഞാനത് സ്നേഹത്തോടു കൂടി പറയുകയാണ്. ഞാൻ തന്നെ ഇന്ന് ഓർക്കുന്നുള്ളൂ, ഇന്ന് ഞാനൊരു 25 മിനിറ്റ് നേരം ആ പാൽച്ചരം ചുരത്തിൽ കിടന്നു. കാരണം ഒരു വലിയ ടോറസ് ലോറി മുമ്പിൽ കുടുങ്ങിപ്പോയി. വലിയ ഭാരമായിട്ട് ഒന്നും കയറാൻ പറ്റിയില്ല. പിന്നെ മറ്റു ജോലിക്കാരും ആൾക്കാരും എല്ലാവരും ഒന്ന് തള്ളി ഒരു വിധം കയറ്റി. അപ്പോൾ ഞാൻ അതുകൊണ്ട് ഇവിടുത്തെ 10 മിനിറ്റ് ലേറ്റായിട്ട് വരാൻ. അതോടുകൂടി രണ്ടാമത്, വർഷങ്ങളായി ഈ നടവലുകാരുടെ ഒരു പരിശ്രമമാണ് ഈ കണിയാമ്പറ്റയിലും പൂതാടിയിലും പനമരത്തും ഒക്കെ ആയി കിടക്കുന്ന ഞങ്ങളുടെ ഈ പ്രദേശത്തെ ഈ നടവലിന് ഒരു പഞ്ചായത്ത് ലഭിക്കുക എന്നുള്ളത്. അത് എനിക്ക് ഉമ്മൻചാണ്ടി നമ്മുടെ ഭരിച്ചിരുന്ന കാലത്ത് UDF അനുവദിച്ചതാണ്. പിന്നെ ഏതൊക്കെ ഏച്ചുപെട്ട് അങ്ങ് പൊക്കളഞ്ഞു. അതുകൊണ്ട് നിങ്ങളൊന്ന് ദയവായിട്ട് ഒന്ന് ഒരുമിച്ച് നിൽക്കണം. അവിടെ പാർട്ടി കൊണ്ടുവന്നാൽ കിട്ടുകയില്ല, ഞങ്ങൾക്കറിയാം. പാർട്ടിക്ക് അതീതമായിട്ടൊന്നും ഈ നടവിലൊന്നുകൂടി പുരോഗമിക്കണമെങ്കിൽ നടവിൽ ടൗണൊക്കെ മെച്ചമാക്കുമെന്നൊക്കെ പറയുകയുണ്ടായി. സന്തോഷം. പക്ഷെ അതോടൊപ്പം തന്നെ ഒരു പഞ്ചായത്ത് ആയിട്ട് വളരേണ്ടതുണ്ട്. അതിനും കൂടെ ഒന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധ ചെലുത്തണം എന്ന് ഞാൻ സ്നേഹത്തോടെ ഓർമ്മപ്പെടുത്തിയാണ്. മൂന്നാമതായിട്ട്, കടുവ ഇറങ്ങിയിട്ട് തിരിച്ചു പോയെന്ന് എനിക്ക് അറിഞ്ഞുകൂടും. കടുവയുടെ ഭീതിയിലാണ് നമ്മുടെ ജനം മുഴുവൻ, അല്ലേ? നമുക്കറിയാം, പയ്യൻ വെള്ളി കുറുക്കം മൂല അതിഞ്ഞിട്ട് വരും. നടവരൊക്കെ അതിന് തൊട്ട് കിടക്കുന്നതാണ്. നമ്മുടെ OVR കേളുവും അതോടൊപ്പം തന്നെ നമ്മുടെ ബാലകൃഷ്ണനും ഒക്കെ ഈ നാട്ടിലെ ആൾക്കാരാണ്. സിദ്ദിഖ് പിന്നെ കോഴിക്കോട് നിന്ന് കയറി വന്ന ആളാണ്. പക്ഷേ വയനാടുകാർ ശരിക്കും വന്യമൃഗശല്യങ്ങളുടെ പേടിയിലാണ്. ഈ വയനാടിന്റെ എന്തോ ഗവൺമെന്റിനോ സെൻട്രൽ ഗവൺമെന്റിനോ വേറെ എന്തോ പദ്ധതി കണ്ടു. ഞങ്ങളൊക്കെ നമ്മുടെ കൂടെ ഇറങ്ങിപ്പോകേണ്ടി വരുമെന്നാണ് സംശയം. ഇതൊരു വന്യമൃഗ കേന്ദ്രമായി തീരാനാണ് സാധ്യത. പ്രിയമുള്ളവരെ, അപ്പോൾ ഇവരുടെ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് അതിനുവേണ്ടി പോരാടേണ്ടതുണ്ട്. ഈ 2-3 കാര്യങ്ങൾ ഇവരോടൊന്ന് ഓർമ്മിപ്പിക്കാൻ ആദ്യം എൻ്റെ മനസ്സിലൂടെ വന്നുകൊണ്ടങ്ങ് പറഞ്ഞതേ ഉള്ളൂ. കാരണം അവർ നമ്മളെ അറിയുന്നവരായതുകൊണ്ടാണ് അങ്ങനെ സൂചിപ്പിച്ചത്. ആശംസഗാനം ആമോദഗാനം മൂളാം. തിരിയാത്ത ഓർമ്മകൾ പൊരിയാത്ത മന്മകൾ മൃദുമന്ത്രണം നീ വികൃത്തിൽ